നേരാമണ്ണം ചികിത്സിക്കാതെ താൻ ഈ അസുഖം വെച്ചിങ്ങനെ നടന്നോ? ഇതാ ആ സോളമനെ കപ്പിയാരാക്കിയിട്ട് തനിക്കിനി റെസ്റ്റ് എടുക്കാൻ മേലേ? അവനോട് പറയാഞ്ഞിട്ടാണോ അച്ഛോ? കേക്കണ്ടായോ? അവൻ വലിയ സിനിമക്കാരനല്ലേ, സംവിധായകൻ. അച്ഛനറിയാവല്ലോ, തെരുവിൽ അഴിഞ്ഞു നടക്കുന്ന കൊച്ചുങ്ങളെ വെച്ച് സിനിമ പിടിച്ച് എന്റെ കുടുംബത്തെ മുഴുവൻ തെരുവിലാക്കിയവനവൻ. കാട് കയറി ആർക്കും വേണ്ടാതെ കിടന്ന തൈക്കാടന്മാരുടെ ഭൂമി നക്കാപ്പിച്ച കാശിന് കിട്ടിയോണ്ടാ ഇപ്പൊ ഉള്ള കടപ്പാടം ഉണ്ടായത്. പ്രൊഡ്യൂസർ ഇടയ്ക്ക് വെച്ച് മുങ്ങിയപ്പോ അതവൻ ഏറ്റെടുത്ത് നടത്തിയതല്ലയോ? ഒന്നും മനഃപൂർവ്വം അല്ലല്ലോ. അച്ഛനല്ലെങ്കിലും അവന്റെ പക്ഷല്ലേ പറയൂ. 7 വർഷത്തിന് മുമ്പ് നമ്മുടെ ഈ പള്ളിയിലെ പൊന്നും കുരിശ് കളവ് പോയതാ. പോലീസ് കള്ളനെ എന്നെങ്കിലും പിടിച്ച് ആ പൊന്നും കുരിശ് തിരിച്ചേൽപ്പിക്കുമെന്ന് കരുതി. പക്ഷെ അത് നടന്നില്ല. അത് നടക്കാതെ വന്നപ്പോഴാ പുതിയ പൊന്നും കുരിശ് പണിയാനുള്ള തീരുമാനം ഈ കമ്മിറ്റി എടുത്തത്. പള്ളി വക ഭൂമി ഏതെങ്കിലും വിറ്റിട്ട് പൊന്നും കുരിശ് പണിയാമെന്ന് ഈ കുണ്ടുകുഴി അച്ഛനോട് ഞാൻ പറഞ്ഞപ്പോ അച്ഛനോട് നോക്ക്, കേട്ടില്ല. അപ്പോഴാണ് അച്ഛൻ ഒരിടത്തും കേൾക്കാത്ത പുതിയൊരു ഐഡിയ ആയിട്ട് വന്നത്. സ്നാപക യോഹന്നാന്റെ സീരിയൽ പിടിച്ച് അതിന്റെ ലാഭം കൊണ്ട് പൊന്നിൻ കുരിശ് പണിയാമെന്ന്. അച്ഛന്റെ തിരക്കഥ, കപ്പ്യാരുടെ മോന്റെ സംവിധാനം. എന്നിട്ട് ഈ സ്നാപയോഹന്നാൻ എവിടെ? പൊന്നും കുരിശ് എവിടെ? എന്താ ഈ സ്നാപയോഹന പൊന്നും കുരിശ് കൊണ്ട് ശബരിമലയ്ക്ക് പോയോ?